മക്കളെ, ഇന്ന് എനിക്ക് കറിക്ക് കിട്ടിയിരിക്കുന്നത് അഷ്ടമിക്കായില്ല മുട്ടൻ ചെമ്മീനാണ്. ഓവിക്കൊഞ്ച് അല്ലെ ചെമ്മീൻ എന്ന് പറയുന്ന ഇതാണ്. ഇന്നാണ് ഞാൻ ഇതിനെ പൊരിച്ചു കാണിച്ചു. ഇന്ന് ഇതിനെ ഞാൻ ആലോചിക്കുന്ന നല്ല ഫ്രഷാണ്. ഇതിനെ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനാവശ്യമായ മസാലക്കൂട്ടുകൾ: മുളക്, ഇച്ചിരി ഉലുവ പൊടിച്ചത്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഒരു തക്കോലം, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഇച്ചിരി പെരുംജീരകം, പൊട്ടറ്റോ, തക്കാളി, കറിവേപ്പില, നാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു സവോള ചെറുതായിട്ടരിഞ്ഞത്, പച്ചമുളക്, ഉപ്പ്, എണ്ണ. ഇനി അമ്മ ചെമ്മീൻ നന്നാക്കിയിട്ട് വരട്ടെ. മക്കളെ, ഇതാ ചെമ്മീൻ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തലയെല്ലാം ഞാൻ കളഞ്ഞ് ഇരയൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ചട്ടി അടപ്പത്ത് വെക്കാൻ പോവുകയാണ്. ചട്ടി അടപ്പത്ത് വെച്ച് ഫ്ലെയിം കൊടുത്തു. ചട്ടി ഒന്ന് ചൂടാകട്ടെ, നമുക്ക് എണ്ണ കൊടുക്കാം. ചട്ടി ചൂടായി, ആവശ്യത്തിനുള്ള എണ്ണ കൊടുക്കുകയാണ്. എണ്ണ ഒഴിക്കുകയാണേ. കരിയാപ്പലയും കൂടി പോയി. അതിന് കുഴപ്പമില്ല, തവിയിലിരുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്നൊരു കരിയാപ്പല വീണ് കേട്ടോ. തവിയിലിരുന്ന് അതതിന് കിടക്കട്ടെ, കുഴപ്പമില്ല. അതതിന് കിടക്കട്ടെ, ഞാൻ കുഴപ്പമില്ല. കറിവേപ്പില മാറ്റി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാൻ പോവുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നു. അതിനോടൊപ്പം ഉരുളൻകിഴങ്ങാണ് ഇടുന്നത്. ഉരുളൻകിഴങ്ങ് കിടക്കട്ടെ. ഇനി നമുക്ക് ഉള്ളി കൊടുക്കാം. സവോള അരിഞ്ഞത് കൊടുക്കുന്നുണ്ട്. ഇട്ടോളൂ. അതിനോടൊപ്പം പച്ചമുളകും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് തക്കാളി അരിഞ്ഞതൂടെ കൊടുക്കാം. എല്ലാവരെയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. അതിനാവശ്യമായ ഉപ്പും കൂടി കൊടുക്കാം. അത്രയും വേണ്ട. അതെ, അത്രയും മതി. എല്ലാം കൂടെ ഒന്ന് വഴന്നു വരട്ടെ. ആ ഉപ്പിടുമ്പോൾ ഇതൊന്ന് ഒതുങ്ങി വരുമല്ലോ. അതാ നോക്കിയാട്ടെ. ഇനി ഇതിൽ നമുക്ക് അതിൻ്റെ മസാലകൾ കൊടുക്കാം. ഇനി നമ്മൾ പൊടികൾ കൊടുക്കുവാണ്. മുളക് പൊടി, ഉലുവപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഒരു തക്കോല കഷ്ണം, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഇച്ചിരി പെരുംജീരകം, മഞ്ഞപ്പൊടി, എല്ലാവരെയും കൂടെ കൊടുക്കുവാണ്. ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. ആ പൊടികൾ എല്ലാം ഒന്ന് എണ്ണയിലൊന്ന് മൂക്കട്ടെ. പൊടി ഏകദേശം മൂത്ത്. ഇനി നമുക്കിതിൽ സ്വല്പം വെള്ളം ആഡ് ചെയ്യാം. തിളപ്പിച്ചാറിയ വെള്ളം. അത്ര അറിയതല്ല, എന്നാലും ഒഴിച്ചോളൂ. നമുക്ക് ഗ്രേവി വെള്ളം പോലെ
ഇച്ചിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല വെറും കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ശകലം വെള്ളവും കൂടെ ചേർക്കാൻ പോവുകയാണ്. കാര്യം ഇനി നമുക്ക് ചെമ്മീൻ വേവണമല്ലോ, അപ്പോൾ നമുക്കൊരു ശകലം വെള്ളവും കൂടെ ചേർക്കാമേ. ഇത് വറ്റി, ഇത് വേവണമല്ലോ, അപ്പോൾ ഇത് ശകലം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. കാര്യം ചെമ്മീൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഗ്രേവിയോട് കൂടിയുള്ള റോസ്റ്റാണ് വേണ്ടത്. വെറും അങ്ങ് കട്ടിയായാൽ അത് കൊള്ളത്തില്ല. മഴക്കാലമായിട്ടൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒക്കെ വേണം. നമ്മൾ വേറെ കറികൾക്കൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ചെമ്മീനെ ചേർക്കാം. ഞങ്ങൾ ഇന്ന് വേറെ മറ്റ് കറികളൊന്നും വെക്കുന്നില്ല, ഇത് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചൊരു ഇച്ചിരി ഗ്രേവിയോട് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് ശകലം വെള്ളവും കൂടി ഒഴിച്ചത്. അപ്പോഴാണ് ഞാനിനി ഇതൊന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അടച്ചു വയ്ക്കട്ടെ. ഇതാ ഗ്രേവി തിള തുടങ്ങി. ഇതിലോട്ട് നമുക്ക് ആ ചെമ്മീനെ ആഡ് ചെയ്യാം. ചെമ്മീൻ കൊടുക്കുകയാണ്. ചെമ്മീനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദേ എല്ലാം കൂടെ ചേർന്ന് ഒന്ന് വറ്റട്ടെ. 2 കരിവേപ്പില ഇലയും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. കൊച്ചു തീയിൽ വേവട്ടെ. കറി നമുക്കൊന്ന് നോക്കാമേ. ഞാൻ കൊച്ചു തീയാണ് കൊടുത്തത്, കൊച്ചു ഫ്ലെയിമാണ്. സിമ്മിലായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ എന്താ ഒന്നുകൂടെ ഒന്ന് കൂട്ടി. ഇപ്പം ഞാൻ കൂട്ടിയത് ഒന്നും കൂടെ. നമുക്കൊന്ന് നോക്കാം. എന്തോ മാമേ വേവായിട്ടുണ്ട്. കൊഞ്ച് അധികം വേവണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനാണ് ഏറ്റവും കൂടുതൽ വേവിക്കുന്നത് കൊഞ്ചിനാണ്. കൊഞ്ചിൻ്റെ ടേസ്റ്റ് പോകുമെന്നാണ് ഓരോരുത്തർ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ കൊഞ്ച് പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ നല്ലതുപോലെ വേവിച്ചെടുക്കും. ഒന്നും കൂടെ ഒന്ന് പറ്റട്ടെ, അതല്ലേ അതിൻ്റെ ഒരു ശരി. ഒന്നും കൂടെ ഒന്ന് പറ്റട്ടെ. പറ്റിയിട്ട് അമ്മച്ചി കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വേണേലും എടുക്കാം. ഞാൻ ഒരു ശകലവും കൂടെ ഒന്ന് വറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. വറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ശകലം നാരങ്ങ നീരിറക്കി ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. വറ്റട്ടെ. അതായത് കണ്ടോ, ആ പതയൊക്കെ ഒന്ന് പറ്റി വീഴട്ടെ. അപ്പോൾ ഞാൻ കറി ഒന്നും കൂടെ ഒന്ന് വറ്റട്ടെ. ഒന്നും കൂടെ ഒന്ന് വറ്റിയാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ അടച്ചു വെക്കുകയാണ്. നമുക്കിനി കറി ഒന്ന് നോക്കാമേ. ഫ്ലെയിം ഞാൻ നിർത്തുന്നു. ഇനി കറി ഞാൻ വാങ്ങി വെക്കാൻ പോവുകയാണ് മക്കളെ. വാങ്ങി വെച്ചിട്ട് ശകലം നാരങ്ങ നീര് അതിലോട്ട് ഒഴിക്കാം. എന്താ വാങ്ങി വെച്ചു. ശകലം നാരങ്ങ നീര് കൊടുക്കാൻ പോവുകയാണ്. ശകലം മതി. കാര്യം ആദ്യം കറി ഇല്ലല്ലോ. ഒരു 10 തുള്ളി നാരങ്ങ നീര് അതിൻ്റെ ആവശ്യമുള്ളൂ. കൊടുത്തു. ഇനി അതൊന്ന്, അപ്പോൾ ഞാൻ നാരങ്ങ നീര് കൊടുത്തു, എല്ലാം ഒന്ന് സെറ്റാക്കി. ഇനി അതിനതാ അമ്മച്ചി ഇളക്കി കാണിക്കാം. കണ്ട നല്ല അടിപൊളി. നോക്കിയാട്ടെ, അടിപൊളിയായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് റെഡി. നോക്കിയാട്ടെ. ഇതിനി അമ്മച്ചി കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കതൊന്ന് ഉപ്പ് നോക്കാം. അതിൻ്റെ ടേസ്റ്റ് നാടൻ ഭാഷ ഉപ്പ് നോക്കുന്നു, അതിൻ്റെ ടേസ്റ്റ്. 2 ചപ്പാത്തിയിലോട്ടാണ് അമ്മച്ചി വെച്ചേക്കുന്നത്. നോക്കിയാട്ടെ. ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്യേ. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൊഞ്ച് റോസ്റ്റ് കൊച്ചുമോൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മോള് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. മോള് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചപ്പാത്തിയും കൊഞ്ച് റോസ്റ്റും
മഴയും പിടിച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ആഹാരമാണ്. മോൾ ടേസ്റ്റ് ചെയ്യട്ടെ, മോൾ ടേസ്റ്റ് എങ്ങനെയുണ്ട്? വെളിയിലും മഴ തകൃതി നടക്കുന്നു, അകത്ത് ചപ്പാത്തിയും കൊഞ്ച് റോസ്റ്റും തകൃതിയിലും മക്കൾ തിന്നുന്നു. അല്ല, ചൂട് ചപ്പാത്തിയും ചൂട് കൊഞ്ച് റോസ്റ്റും. എന്ത് ടേസ്റ്റ് ആയിട്ടാണ് അമ്മച്ചി വെച്ച് വെച്ചിരിക്കുന്നത്, നോക്കിയാട്ടെ. അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഈ തണുത്ത മഴയത്തൊക്കെ ഈ ചൂട് കൊഞ്ച് റോസ്റ്റും ചപ്പാത്തിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോഴെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്യണം. അമ്മയ്ക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും കുറയ്ക്കരുത്. ലൈവിൽ എല്ലാവരും വരണം, ഷോർട്സ് കാണണം, വീഡിയോ കാണണം. അമ്മച്ചി ഇനി അടുത്ത ഒരു റെസിപ്പി ആയിട്ട് വരുവോളൂ. ബൈ മക്കളെ.